ജൂലൈ 23-ന് കേന്ദ്ര ബജറ്റ് പ്രഖ്യാപിക്കാൻ പോവുകയാണ് കേന്ദ്രത്തിന്റെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ. അതുകൊണ്ട് തന്നെ രാജ്യത്തെ വ്യവസായികളും അതോടൊപ്പം തന്നെ 140 കോടി ജനങ്ങളും ഉറ്റുനോക്കുകയാണ് ധനമന്ത്രിയുടെ ബജറ്റ്. കാരണം ഒട്ടനവധി ജനശ്രദ്ധ ആകർഷിക്കുന്ന ബജറ്റുകളുണ്ടാകും. ഇപ്പോൾ ഏറ്റവും നിർണായകമായ ഒരു വാർത്ത പുറത്തു വരുന്നത് നഗരമേഖലകളിലെ പാവപ്പെട്ട സ്ത്രീകളെ ശാക്തീകരിക്കാൻ നിർണായക നീക്കവുമായി കേന്ദ്ര സർക്കാരും ധനകാര്യ മന്ത്രാലയവും തയ്യാറെടുക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. നിക്ഷേപകർക്കും മറ്റുമുള്ള സാമ്പത്തിക സഹായം നേരിട്ട് അക്കൗണ്ടുകളിലേക്ക് എത്തിക്കുന്നത് പോലെ ഇവർക്കുള്ള സഹായം അർഹമായവരിൽ നേരിട്ട് എത്തിക്കുന്ന തരത്തിലാണ് പദ്ധതി ആലോചിക്കുന്നതും അത് ആവിഷ്കരിക്കുന്നതും. കുടുംബാംഗങ്ങളിലെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സ്ത്രീകളുടെ കൈകളിലേക്ക് നേരിട്ട് എത്തുന്നത് വഴി വിപണിയിൽ കൂടുതൽ പണം എത്താൻ സഹായിക്കുമെന്നതാണ് ധനവകുപ്പിന്റെ വിലയിരുത്തൽ. ഇത്തവണ ബജറ്റിൽ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുമെന്നാണ് നിലവിൽ പുറത്തുവരുന്ന സുപ്രധാനമായ വാർത്തകൾ. എന്നാൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളാൻ വേണ്ടി ധനമന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഒരു ചർച്ച തന്നെ നടത്തുന്നുണ്ട്. നഗരങ്ങളിലെ അസംഘടിത മേഖലയിലെ സ്ത്രീകളുടെയും ദുർബല വിഭാഗത്തിന്റെയും ഉന്നമനം ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഗാർഹിക ഉപയോഗത്തിലെ മുന്നേറ്റം പ്രധാനമായും നഗരമേഖലകളിലെ ഇടത്തരക്കാരെയും സമ്പന്നരെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. മൺസൂണിന്റെ വരവുമായി ബന്ധപ്പെട്ടാണ് ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ മുന്നേറുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ടും കണക്കിലെടുക്കുമ്പോൾ നഗരങ്ങളിലെ ദുർബല വിഭാഗമാണ് അവഗണിക്കപ്പെടുന്നത്. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കായുള്ള തൊഴിൽ മന്ത്രാലയത്തിന്റെ ഇസ്രാം പോർട്ടൽ വഴിയും മറ്റുമാണ് പദ്ധതിയിൽ അർഹരായവരെ കണ്ടെത്തുന്നതും അവർക്ക് വേണ്ട ധനസഹായം ധനമന്ത്രാലയം കൊടുക്കുന്നതും. പദ്ധതി നടപ്പിലാക്കിയാൽ ഉണ്ടാകുന്ന സാമ്പത്തിക ബാധ്യതയും സർക്കാർ പരിശോധിക്കുന്നുണ്ട്. മഹാരാഷ്ട്ര സർക്കാർ 21-60 വയസ്സ് പ്രായമുള്ള പരിധിയിൽ ഉള്ളവർക്ക് അർഹരായ സ്ത്രീകൾക്ക് പ്രതിമാസം 1500 രൂപ ക്യാഷ് ട്രാൻസ്ഫർ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. 46,000 കോടി രൂപയാണ് ഈ പദ്ധതിക്കായി ചെലവാക്കേണ്ടി വന്നത്. അത് മഹാരാഷ്ട്ര സർക്കാരിന് ചെറിയ തോതിൽ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായി എന്നത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ജൂൺ 23-ന് കേന്ദ്ര ബജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമായ പ്ലാനിങ്ങോടുകൂടി രാഷ്ട്രീയ വിദഗ്ധരുമായും സാമ്പത്തിക വിദഗ്ധരുമായും ചർച്ച ചെയ്തതിനു ശേഷമാണ് ഓരോ ബജറ്റുകളും പ്രഖ്യാപിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ഇടക്കാല ബജറ്റ് അല്ല, ഇത് മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റാണ്. അതുകൊണ്ട് തന്നെ ഈ ബജറ്റിൽ ജനപ്രിയമായ ഓരോ കാര്യങ്ങളും ഉണ്ടാകുമെന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. താഴെത്തട്ടിലുള്ളവർ മുതൽ വ്യവസായികൾക്ക് വരെ, പുതിയ സ്റ്റാർട്ടപ്പ് പദ്ധതികൾക്ക് തുടങ്ങാനായി നിൽക്കുന്നവർക്ക് വരെ ആകർഷകമായ പദ്ധതികൾ ഈ ബജറ്റിൽ ഉണ്ടാകുമെന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.